Draw a rectangle of width 5 cm and height 5 cm. 5 cm നീളവും 3 cm വീതിയുമുള്ള 5 cm നീളവും 3 cm വീതിയുമുള്ള ചതുരം വരയ്ക്കുക. Draw a rectangle of the same area with width 6 cm. ഇതേ പരപ്പളവുള്ള നീളം 6 cm ആയ ചതുരം വരയ്ക്കുക. Draw a square of the same area. ഇതേ പരപ്പളവുള്ള ആ ചതുരം വരയ്ക്കുക. പിന്നെ ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരക്കണം. അപ്പൊ ജിയോജിബ്ര വെച്ച് ഞാൻ ഇവിടെ വരക്കുന്നത് കാണിച്ചു തരാം. എങ്ങനെ വരക്കുന്നുള്ള ഒരു സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു കേട്ടോ. ആദ്യം ചതുരം 5 സെന്റിമീറ്റർ വരച്ചു, കണ്ടല്ലോ. ഇനി വീതി 3 സെന്റിമീറ്റർ. അപ്പൊ മുകളിലോട്ട് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരക്കുക. ഓക്കെ, ഇനി ചതുരം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഈ ചതുരത്തിന്റെ വീതി ഉണ്ടല്ലോ 3 സെന്റിമീറ്റർ. ഇവിടെ 3 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഈ 3 സെന്റിമീറ്റർ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതുണ്ടോ, ഒരു സൈഡിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 8 സെന്റിമീറ്റർ വന്നു കേട്ടോ. 5 3 8 വന്നു. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കാനുള്ളത് 6 സെന്റിമീറ്റർ നീളം വരണം. ഈ ചതുരത്തിന്റെ അതേ നീളം വരണം. അപ്പൊ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ബി എന്ന് പറയുന്ന ഈ പോയിന്റ്, അതായത് ചതുരത്തിന്റെ നീളം 5 സെന്റിമീറ്റർ വീതി 3 സെന്റിമീറ്റർ കൂടി മുറിക്കുന്ന ആ പോയിന്റ്, അവിടുന്ന് താഴത്തേക്ക് ഒരു 6 സെന്റിമീറ്റർ വരക്കുക. പോരട്ടെ, -6 വരെ വരും 6 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി ഈ എന്ന് പറയുന്ന പോയിന്റ് എഫിലോട്ടും എ എന്ന് പറയുന്ന പോയിന്റ് എഫിലോട്ടും, എം ബി ഇത് ജിയോജിബ്രയിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ പേരുകൾ വരുന്നുള്ളൂ കേട്ടോ. പേരുകൾ നിങ്ങൾ കൊടുക്കണമെന്നൊന്നുമില്ല, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ആക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ആക്കി, ഇയിൽ നിന്ന് എഫിലോട്ട് യോജിപ്പിച്ചു. ഇനി നമ്മളിപ്പോ ഈ വരച്ച ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിന്റെ സർക്കം സർക്കിൾ വരക്കണം. ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ഏതെങ്കിലും രണ്ട് സൈഡിന്റെ മോർ ദാൻ ഹാഫ് എടുക്കുക. അപ്പൊ ഞാൻ ഈ വരച്ചിട്ടുള്ളത് ഈ സൈഡിന്റെ ആണ് കേട്ടോ. അപ്പൊ ഈ സൈഡിന്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? സർക്കിൾ വരക്കുക. മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഇവിടെ ഒരു ആർക്ക് വരക്കുക. അതേപോലെ അപ്പുറത്തെ എൻഡിൽ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഇവിടെ ഒരു ആർക്ക് വരക്കുക. അപ്പൊ ആർക്കുകൾ കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ആർക്ക് വരക്കുക, ആർക്ക് വരക്കുക. ഇപ്പുറത്തും എന്ത് ചെയ്യുക? ആർക്ക് വരക്കുക, ആർക്ക് വരക്കുക. രണ്ടറ്റത്ത് കേട്ടോ, ഇവിടെയും കുത്തണം, ഇവിടെയും കുത്തണം. എന്നിട്ട് ആർക്കുകൾ വരക്കുക. ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഈ രണ്ട് പോയിന്റുകൾ എന്ത് ചെയ്യും? കൂട്ടിമുട്ടുന്ന ബിന്ദു ഉണ്ടല്ലോ, ഈ രണ്ട് പോയിന്റുകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയിലേക്കുള്ള അകലെടുത്തിട്ട് ഒരു സർക്കിൾ വരക്കുക. അപ്പൊ അതാ ഇങ്ങനെ കിട്ടും. ത്രികോണത്തിന്റെ സർക്കം സർക്കിൾ വരച്ചു. അതിനുശേഷം ഈ ത്രികോണത ഇവിടെ കട്ട് ചെയ്യുമല്ലോ, ഈ ലെങ്ത് എത്രയാണോ അത് ഇങ്ങോട്ട് നീട്ടി. അതാണ് ഈ ഐ എന്ന് പറയുന്നത് കേട്ടോ. ആ ലെങ്ത് ഇങ്ങോട്ട് നീട്ടി. അതേപോലെ തന്നെ ഇവിടെയും അത് കോമ്പസ് വെച്ച് നീട്ടിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഈ രണ്ടറ്റങ്ങൾ യോജിപ്പിക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടും യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ റെക്ടാംഗിൾ കിട്ടും. ഓക്കെ, കറക്റ്റ് സ്കെയിൽ വെച്ച് വരക്കുക കേട്ടോ. അതായത് എന്താ ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത്? ഇവിടെ കട്ട് ചെയ്തല്ലോ, എവിടെ ഈ ലെങ്ത് എടുത്തിട്ട് കോമ്പസിൽ ഈ ലെങ്ത് ഇവിടെ കോമ്പസ് ഫിക്സ് ചെയ്യുക ബിയിൽ. എന്നിട്ട് ഈ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. അതേ ലെങ്ത് തന്നെ ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഇവിടെ കോമ്പസ് കുത്തിയിട്ട് കേട്ടോ. എന്നിട്ട് ഈ ലെങ്ത് ഈ 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ഈ ഐയിൽ ഇവിടെ നിന്നാണല്ലോ ഇനി പോകേണ്ടത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റ്, അവിടുന്ന് ഈ ആർക്കിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്കിനെ വരക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ റെക്ടാംഗിൾ കിട്ടും. ഓക്കെ, എന്നിട്ട് ആ റെക്ടാംഗിൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെൻസിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ റെക്ടാംഗിൾ എന്ന് അറിയാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ റെക്ടാംഗിൾ. ഈ റെക്ടാംഗിളിന് നമ്മളുടെ ആദ്യത്തെ അതേ റെക്ടാംഗിളിന്റെ പരപ്പളവിനായിരിക്കും. ഇങ്ങനെയാണ് ഒരു റെക്ടാംഗിളിൽ നിന്നും മറ്റൊരു റെക്ടാംഗിൾ വരക്കുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം റെക്ടാംഗിൾ വരച്ചു, എന്നിട്ട് ഒരു 3 സെന്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, എന്നിട്ട് 6 സെന്റിമീറ്റർ, 6 ആണ് നമുക്ക് വേണ്ടത്, 6 താഴത്തേക്ക് വരച്ചു. ദെൻ അവിടെ ഒരു ത്രികോണം ഉണ്ടാക്കി, ആ ത്രികോണത്തിന്റെ പരിവൃത്തം വരച്ചു. ആ പരിവൃത്തം കട്ട് ചെയ്യുന്ന പോയിന്റിന്റെ ലെങ്ത് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തു, താഴെയും ഒന്ന് കട്ട് ചെയ്തു. എന്നിട്ട് 6 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടുന്ന് കോമ്പസിൽ ഈ താഴെ കട്ട് ചെയ്തതിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റെക്ടാംഗിൾ വരക്കുക. ഓക്കെ, ഇനി അടുത്തത് സ്ക്വയർ വരക്കാനാണ്. ഇപ്പൊ നമ്മൾ റെക്ടാംഗിളിൽ നിന്ന് റെക്ടാംഗിൾ വരച്ചു, ഇനി റെക്ടാംഗിളിൽ നിന്ന് സ്ക്വയറും. അതിന് ഇത്രക്ക് സ്റ്റെപ്പുകളൊന്നുമില്ല, അത് കുറച്ചും കൂടി സിമ്പിൾ ആണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെക്ടാംഗിൾ വരച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 3 സെന്റിമീറ്ററിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടുക. ഓക്കെ, അപ്പൊ ടോട്ടൽ 8 സെന്റിമീറ്റർ വരും. ഇനി ഇപ്പൊ നമ്മൾ ഈ വരച്ച 8 സെന്റിമീറ്റർ ഉണ്ടല്ലോ, അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. ഓക്കെ,
ഈ 8 സെന്റിമീറ്ററിന്റെ നമ്മൾ ഈ വരച്ച എയിൽ നിന്നും ഇവിടേക്ക് വരച്ചിട്ടുള്ള ഈ ലെങ്ത്തിന്റെ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാ മോർ ദാൻ ഹാഫ് എടുക്കുക, ഇതല്ല ഇതാണ് കേട്ടോ. മോർ ദാൻ ഹാഫ് എടുക്കുക, ഒരു ആർക്ക് വരക്കുക, താഴെ മേലെ ഓരോ ആർക്ക് വരക്കുക, എന്നിട്ട് ഇപ്പുറത്തെ ആദ്യം ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു, ഇനി ഇപ്പുറത്തെ സെന്ററിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരക്കുക. അപ്പോൾ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് സെന്റർ കിട്ടും. ആ സെന്ററിൽ നിന്ന് നമ്മൾ സെമി സർക്കിൾ വരച്ചാലും മതി കേട്ടോ. താഴത്തെ വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വരച്ചപ്പോൾ അങ്ങനെ വന്നു പോയതാണ്. ഓക്കെ, സെമി സർക്കിൾ പകുതി സർക്കിൾ വരച്ചാലും മതി കേട്ടോ. സെമി സർക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള മുകളിലുള്ള സർക്കിൾ വരച്ചാലും മതി. ഇനി ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നീട്ടുക. ഈ വൃത്തത്തിനെ ഈ 3 സെന്റിമീറ്ററിന്റെ വൃത്തത്തിലേക്ക് മുട്ടിക്കുക. ഈ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് വരക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ആർക്കിലോട്ട് വരക്കുക. ഇനി ഈ ലെങ്ത് ഒന്നും കൂടി കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. എന്നിട്ട് ആ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യുക, രണ്ടരന്ന്. എവിടേക്കാണ് കോമ്പസ് വെക്കേണ്ടി, ഒന്ന് ഇവിടെ, പിന്നെ ഒന്ന് ഇവിടെ. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഇവിടെ ഒരു ആർക്ക് വരക്കുക. ആ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഓക്കെ, ഒന്നുകൂടി ഒരു സ്ക്വയർ വരക്കുന്ന എങ്ങനെയാ, ആദ്യം റെക്ടാംഗിൾ വരക്കുക, എന്നിട്ട് ആ 3 സെന്റിമീറ്ററിനെ നമ്മൾ ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ ടോട്ടൽ 5, 3, 8ന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് ഒരു സെമി സർക്കിൾ ഇങ്ങനെ വരക്കുക, അഥവാ അർദ്ധവൃത്തം. സെമി സർക്കിൾ വരച്ചിട്ട് അതിനെ സർക്കിളിലേക്ക് മുട്ടിക്കുക. എന്നിട്ട് ഈ ലെങ്ത് താഴെ തൊട്ടുള്ള ഈ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ ആ ആർക്കിലോട്ട് വരക്കുക. then ആ ലെങ്ത് ഒന്നും കൂടി എടുത്തിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് മുകളിൽ ഒരു ആർക്ക്, പിന്നെ ഇവിടെ നിന്നാണ് പോകേണ്ടത്, അപ്പൊ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക്. ആ ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് രണ്ട് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, ഓരോ ലൈനുകൾ വരക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ സ്ക്വയർ കിട്ടും. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ വെക്കുക. ഇതാണ് നമ്മുടെ പുതിയ സ്ക്വയർ എന്ന് പറയാനും വേണ്ടിട്ടോ. അപ്പൊ ഈ സ്ക്വയറിന് ഈ റെക്ടാംഗിളിന് എന്തായിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരക്കാൻ പറഞ്ഞ ഒരു 4 എണ്ണമാണ്. അതിൽ ഒന്ന് നമ്മൾ ഇതിന് ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 2 കോണുകളും ഒരു സർക്കം റേഡിയസ് നിന്ന് കഴിഞ്ഞാൽ ട്രയാംഗിൾ വരക്കാന്. പിന്നെ ഇപ്പൊ 2 എണ്ണം നമ്മൾ വരച്ചു, ഒരു റെക്ടാംഗിളിൽ നിന്നും റെക്ടാംഗിൾ വരക്കാന്, പിന്നെ റെക്ടാംഗിളിൽ നിന്നും സ്ക്വയർ വരക്കാന്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, റെക്ടാംഗിളിന്റെ ഏരിയ തരും, റെക്ടാംഗിളിന്റെ ലെങ്ത്തും എടുത്ത് വരുന്ന ഇവിടെ തന്നിരുന്നത്. അടുത്തതിൽ റെക്ടാംഗിളിന്റെ ഏരിയ തരും, എന്നിട്ട് റെക്ടാംഗിൾ വരച്ചിട്ട് സ്ക്വയർ വരക്കാൻ പറയും. അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ തരും, അടുത്തൊന്ന് സ്ക്വയറിന്റെ ഏരിയ തന്നിട്ട് സ്ക്വയർ വരക്കാൻ പറയും. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. അപ്പൊ ഈ വരക്കുന്ന 2-3 കാര്യങ്ങളും ഒക്കെ ആണല്ലോ. ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കുക. ഒന്ന് എന്താ, 2 ആംഗിളും സർക്കം റേഡിയസ് നിന്ന് കഴിഞ്ഞ് ട്രയാംഗിൾ വരക്കാൻ, പിന്നെ ഇപ്പോൾ റെക്ടാംഗിളിൽ നിന്ന് റെക്ടാംഗിളും റെക്ടാംഗിളിൽ നിന്ന് സ്ക്വയറും.